എല്ലാവർക്കും നമസ്കാരം. നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അതല്ലെങ്കിൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ? ഇതിന്ന് ഒരുമാതിരിപ്പെട്ടൊരു 75% ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പദമാണ്. ഈ പദം കേട്ട് കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുന്നത്. അയ്യോ, ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ, ഇത്രയും നാൾ ഞാൻ സമ്പാദിച്ചത് മുഴുവൻ, എൻ്റെ ടൈം, എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, സകലതും ഞാൻ ചിലവഴിച്ച വ്യക്തികൾ തന്നെയാണല്ലോ എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോഴത്തേന് നമ്മുടെ പണം കഴിഞ്ഞിട്ടുണ്ടാകും, നമ്മളുടെ ആരോഗ്യം കഴിഞ്ഞിട്ടുണ്ടാകും, നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ തീർന്നു പോയിട്ടുണ്ടാകും. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ ക്വസ്റ്റ്യൻ അവർ നേരത്തെ ഒരിക്കലെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് സ്വരൂപിക്കാമായിരുന്നു, കുറച്ചെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കാമായിരുന്നു. ഇതെൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ സകലതും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. കണക്ക് പുസ്തകം എടുത്തു നോക്കുമ്പോൾ അവരുടെ കണക്ക് പുസ്തകത്തിൽ ഒന്നുമില്ല, കിട്ടിയതിൻ്റെ കണക്കുകളൊന്നുമില്ല. എന്നാൽ കൊടുത്തതിൻ്റെ കണക്കുകളും നമ്മളുടെ കയ്യിലുണ്ടാകും, ചിലരുടെ കയ്യിൽ അതുപോലും കാണത്തില്ല. ഒന്ന് കാണിച്ചു കൊടുക്കാൻ, തെളിവായിട്ട് കാണിച്ചു കൊടുക്കാൻ ഒന്നും ഉണ്ടാകത്തില്ല. മിക്കപ്പോഴും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് പ്രവാസികളായിരിക്കും. അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ നമ്മൾക്കറിയാം. ഒരു വിഭാഗം സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ടാകും, എന്നാൽ ഒരുമാതിരിപ്പെട്ട 75% ആൾക്കാരും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും കരകയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും പ്രവാസം തേടി ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സുഖങ്ങളില്ല, സന്തോഷങ്ങളില്ല, ശരിക്കും നല്ലൊരു ഭക്ഷണമില്ല, നല്ലൊരു വസ്ത്രമില്ല. അതൊക്കെ അവർ മാറ്റിവെക്കും. അതിനൊക്കെ സമയങ്ങളുണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, എല്ലാം ചെയ്യുവാനുള്ളതുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എല്ലാം മാറ്റി വെച്ചിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി. അവസാനം അവരിൽ നിന്ന് കേൾക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അവസാനം ഭാണ്ഡം മുറുക്കി തിരിച്ചു പോകാൻ ഒരു തീരുമാനം എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ മുൻപിൽ നമ്മൾ പകച്ചു നിൽക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപേ തിരിഞ്ഞു നിൽക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം, കടമകളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി ജീവിക്കുവാൻ, നമ്മൾക്ക് വേണ്ടി സ്വരൂപിക്കാൻ കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചേ മതിയാകൂ, കുറച്ച് സമ്പാദ്യം നമ്മൾ മാറ്റിവെച്ചേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മളോട് ചോദിക്കും, നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അല്ലെങ്കിൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. അവസാനത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, സീറോ ആയിരിക്കും. ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുൻപേ നമ്മളുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി, കൊടുക്കേണ്ടവർക്ക് മാത്രം കൊടുക്കുക, അടുപ്പിച്ച് നിർത്തേണ്ടവരെ മാത്രം അടുപ്പിച്ച് നിർത്തുക, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക. കാരണം നമ്മളുടെ ഒരു വീഴ്ച വരുമ്പോൾ നമ്മളെ താങ്ങാൻ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നവരാണ്. അതല്ലെങ്കിൽ നമ്മളൊന്നുമില്ലാതെയാണ് നമ്മൾ ചെല്ലുന്നതെന്ന് അറിയുമ്പോൾ നമ്മളെ സ്വീകരിക്കുവാൻ, നല്ല മനസ്സോടെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ അങ്ങോളം വരെ ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തവരൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മുതലെടുത്ത് ജീവിക്കുവാൻ ബന്ധപ്പാടുപെടുന്നവരായിരിക്കും. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകട്ടെ. ഈ ഒരു പ്രവാസികളുടെ, നമുക്കറിയാം, കുവൈറ്റ് ദുരന്തമൊക്കെ നമ്മൾ കേട്ടു. എല്ലാവരും ഒത്തിരി കഷ്ടപ്പാടിൽ നിന്നും ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ നിന്നുമാണ് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനൊക്കെ അവർ അങ്ങോട്ട് കടന്നു പോയത്. അവരുടെ സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ അവസാനിച്ചു, ഒന്നുമില്ലാതെ അവർക്ക് യാത്രയാകേണ്ടി വന്നു. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്നും ഒരു പാഠങ്ങളായിരിക്കണം. നമ്മൾക്ക് വേണ്ടി ജീവിക്കണം, നമ്മൾക്ക് വേണ്ടി കരുതണം, എല്ലാവരെയും കരുതണം, ഒപ്പം നമ്മളെ നമ്മൾ മറന്നു പോകരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.